ചോരത്തിളപ്പുള്ള യുവ ഗോൾ കീപ്പർമാരുടെ ഉറവ പറ്റാത്ത അക്ഷയ ഖനിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഗോൾ കീപ്പർമാരുടെ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ പ്രായം കുറഞ്ഞ താരങ്ങളാണ്. ഈ അൽസാബിത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കണ്ടെത്തൽ എന്ന് തന്നെ പറയണം. നമ്മളുടെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്നവർക്കറിയാം. ഇവാൻ വുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി സന്ദർശിച്ചപ്പം ഒരു ഗോൾ കീപ്പർ പയ്യനിൽ വളരെയധികം ഇംപ്രസ്ഡ് ആയ അൽസാബിത്ത് അപ്പം താരത്തിനെ മെയിൻ ടീമിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ആശാൻ പ്രകടിപ്പിക്കുകയും അവിടെ എന്തൊക്കെയോ ചില തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ സാബിത്തിന് മെയിൻ ടീമിലേക്ക് കടക്കാൻ പറ്റാതെ വരികയും പിന്നീട് അദ്ദേഹം മെയിൻ ടീമുമായിട്ട് സിങ്കായി വരാനുള്ള ശാരീരിക ക്ഷമതയും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം ഉണ്ടാക്കിയെടുത്ത ശേഷം അൽസാബിത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ മെയിൻ സ്ക്വാഡിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയിലേക്ക് സഞ്ചരിച്ച സ്ക്വാഡിനോടൊപ്പം അൽസാബിത്ത് എന്ന 17 വയസ്സുകാരനായിട്ടുള്ള മലയാളി ഗോൾ കീപ്പർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മലയാളിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ കാലം പഴയതാണ്, അപ്പം മെമ്മറി ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പം അൽസാബിത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുംബൈയിലേക്ക് സഞ്ചരിച്ച് സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അന്ന് ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കണ്ടെത്തലായിരുന്നു അൽസാബിത്തിനെ ചെറിയ പ്രായത്തിൽ തന്നെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം ഇവാൻ ആശാൻ അന്ന് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പം ഒറ്റ നോട്ടത്തിൽ ഇവാന് ഇഷ്ടപ്പെട്ട പ്ലെയറാണ് അൽസാബിത്ത്. അപ്പം നമ്മുടെ ആശാന്റെ പയ്യൻ അൽസാബിത്ത് ബ്ലാസ്റ്റേഴ്സിൽ സെറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.